ഹലോ മൈ ബഡീസ്, ഞാൻ വിചാരിച്ച ഈ ട്രെയിനിൽ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. പിന്നല്ലേ മനസ്സിലായത് ഇന്ത്യൻ റെയിൽവേന്റെ പുതിയ ഓപ്ഷൻ ഓട്ടോമാറ്റിക് നിന്നോർത്ത് അത് കയറിപ്പോവും. ഉള്ളിൽ കയറിയപ്പോൾ ഈച്ചക്ക് പോലും ഗ്യാപ്പില്ല. പുറത്തിറങ്ങിയപ്പോഴോ മിക്സിയിൽ ടരച്ച വരെയായി. പിന്നെ തിരിയും കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോയി. പിന്നെ ഏതാ പാൽക്കാരപ്പയെന്ന് ഞാൻ ചിന്തില്ലെങ്കിലേ ജനറൽ തിരക്കാ. പിന്നെ എന്താ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യം എന്നുള്ള നിങ്ങൾ പറയട്ടോ. അങ്ങനെ തൂങ്ങിപ്പിടിച്ച് ആല് കുത്തിപ്പോൾ ചെക്കാൻ നമ്മളെ പിക്ക് ചെയ്യാമെന്ന് ഹയർ. ഈ ഫുഡ് കാണാൻ മഞ്ചെന്നുള്ളൂ, തിന്നാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ്. അങ്ങനെ മസനഗുഡ ഊട്ടിയിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞ പോലെ കളമശ്ശേരി എടപ്പള്ളിയിലേക്കൊരു യാത്ര. ഇവിടുത്തെ അവിൽമിൽ കുടിച്ച ഹൾക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയത് കിട്ടിയത് മലക്കായ ഫീലാണ് ഉള്ളത് പറയാലോ. ഓനോട് വെറുതെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓൻ്റെ ചായ വിട്ട് നമ്മളൊരു കളിയില്ല. പിന്നെ പൊളിച്ചായ നോല് പറഞ്ഞപ്പോൾ അമ്മക്കൊന്നും പറയാം. വെറുത്തല്ല കൊച്ചി നമ്പർ 1 സിറ്റി ജനറേറ്ററിന് വരെ ഹെൽമെറ്റ് ആവുണ്ടടാ, മഴയത്തെ തലേനയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറിയിട്ട് അപ്പോൾ ഇയാൾ പറയും ഞാൻ കിങ് ഓഫ് കൊത്തയിലും ഒസ്ലറിലും ഉണ്ട്, അറ്റാക്ക് ആവാൻ ഇന്റെ ഭാഗ്യം അല്ലാ ആക്കട്ടെ. ട്രെയിനിൽ വെള്ളം വിൽക്കാൻ വിട്ടിട്ട് ഇയാൾ വാളം വിട്ടായി പോയത് ആർക്കും വെള്ളം വാങ്ങുക. എന്താണ് ഇയാളെപ്പെടുത്തൊക്കെ കാലമേത് ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞ് പോരാട്ടം പൊളിച്ച്. ജനറലിൽ കയറിയിട്ട് ഇങ്ങനെ ആരും ഫോൺ ചാർജ് ചെയ്ത് ഉറങ്ങരുതിട്ട്. ഈ തൂക്കത്തിൽ ഞാൻ 25 കിലോ കൊടുത്തു, നിങ്ങൾ എത്ര കൊടുത്തുള്ള പറയും. എന്നാലും ഇവിടെ ഇന്നെപ്പോലെ സിഗ്മള്ള ഇവരറിയില്ലാന്ന് തോന്നുന്നു. നമുക്ക് ചെറിയൊരു വിഷമം. പിന്നെ ജനറലും എല്ലാവരും കണ്ടിട്ടില്ല, കഥ മതി. ഓൾ ദി ബെസ്റ്റ്.